ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മക്കളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ 2 ഭാഗത്തായിട്ടുള്ള ലാംഗ്വേജ് ആക്ടിവിറ്റീസിലെ ആദ്യത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലെ 2ാമത്തെ ഭാഗമാണ്. മക്കളെ, യു ഷുഡ് ബി വെരി കെയർഫുൾ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു വാച്ച് ത്രൂ the whole video, throughout the video, and then only it will be useful. ഫുള്ളായിട്ട് മനസ്സിലേക്കാണ് മുമ്പിൽ ടെക്സ്റ്റ് നോട്ട് കയ്യിൽ വെക്കുക. ആ ഭാഗം, അതായത് നമ്മൾ ആ 2ാമത്തെ ഭാഗത്തെ ലാംഗ്വേജ് ആക്ടി തുടങ്ങുന്ന ഭാഗം എടുക്കുക. വളരെ എളുപ്പമാണ്. പറയുന്നത് കേട്ടുന്ന വളരെ ബുദ്ധിമുട്ടില്ല, മനസ്സിലാവും. ഗ്രാമർ പ്രയാസമാണ് പൊതുവിൽ കുട്ടികൾ പറയുന്നതെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം. ലാംഗ്വേജ് ആക്ടിവിറ്റീസാണ് പാർട്ട് 2. റെഡി അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ കാര്യത്തിലേക്ക് അടുക്കുകയാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം മാറ്റേണിറ്റി. ഇത് നന്നായിട്ട് വായിക്കുക. ദ ചൈൽഡ് വാസ് കണ്ടംഡ് ടു ഡൈ ഓഫ് ഹങ്കർ. ദ വിമൻ ഗേവ് വെന്റ് ടു വേരിയസ് ക്രൈസ് ഓഫ് ഹൊറർ. ഷീ പ്രസ്ഡ് ദ ബേബി ടു ഹെർ ഹാർട്ട്. മിക്കാലീസ് ഹാർട്ട് ട്രംബിൾഡ് വിത്ത് ജോയ്. ഇതൊക്കെ സെൻറ്റൻസുകളാണ് നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഇത്തരത്തിലുള്ള ചെറിയൊരു അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെൻറ്റൻസിന് 2 ഭാഗമുണ്ട് നമ്മൾ പഠിച്ചതാണല്ലോ. അത് ഏതൊക്കെയാണ്? ഒന്ന്, ചെയ്ത ആളെ പറയുന്ന ഭാഗം ഉണ്ടാവും, ചെയ്ത പണി പറയുന്ന ഭാഗം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആദ്യം തിരിക്കുന്നത്. നോക്കട്ടോ, ഇവിടെ ആരെക്കുറിച്ച് അത് പറയണത്? കുട്ടിയെക്കുറിച്ച്. അപ്പോൾ ദ ചൈൽഡ് വാസ് കണ്ടംഡ് ടു ഡൈ ഓഫ് ഹങ്കർ. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, സെൻറ്റൻസിൽ വെർബ് ഏതാ നോക്കുക. അതുവരെ ഉള്ളത് ആദ്യത്തെ കോളത്തിൽ എഴുതുക. വെർബ് കൊണ്ട് തുടങ്ങുന്നത് 2ാമത്തെ കോളത്തിൽ എഴുതുക. അതെന്താണെന്നൊക്കെ അടുത്ത ചർച്ചയിൽ വരും. നോക്കണേ. ഇവിടെ നോക്ക്, ദ വിമിൻ ഗേവ്. ഏതാ വെർബ്? ഗേവ് ആണ്. അപ്പോൾ വിമിൻ വരെ ഒന്നിൽ എഴുതേണ്ടി വരും. ഗേവ് വെന്റ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് ഹൊറർ എന്നുള്ളത് ഇവിടെ എഴുതി. റെഡി അല്ലേ? ഇനി ഇവിടെ പ്രസ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ ഷീവ് തൽക്കൽ എഴുതി, ബാക്കി ഇവിടെ എഴുതേണ്ടി വരും. ക്ലിയർ അല്ലേ? ഇതേപോലെ മിക്കാലീസ് ഹാർട്ട് ട്രംബിൾഡ്. ശ്രദ്ധിക്കണം, മിക്കാലീസ് മാത്രമല്ല, ഇവിടെ ട്രംബിൾഡ് ആണ് വെർബ്. ഇപ്പോൾ ട്രംബിൾഡ് വരെ ഇപ്പം ഇങ്ങനെ എഴുതേണ്ടി വരിക. മിക്കാലീസ് ഹാർട്ട് പിന്നെ ട്രംബിൾ വെച്ച്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇത് എഴുതേണ്ട മനസ്സിലായത് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരും. ഇപ്പം ഇത് എഴുതാൻ മനസ്സിലായല്ലോ, കുഴപ്പമില്ലല്ലോ. വെബ് വരെ എടുക്കുക, എന്നിട്ട് അപ്പുറപ്പുറം മാറ്റി എഴുതുക. റെഡി അല്ലേ? ഇനി ശ്രദ്ധിക്കണം, ഉത്തരതാണ് നമ്മൾ പറഞ്ഞതാണ്. ചൈൽഡ് വാസ് കണ്ടംഡ് വിമൻ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതേമാതിരി ഉണ്ടാവുക, നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. ഇനി നല്ല ശ്രദ്ധിക്കണം കേട്ടോ. സെൻറ്റൻസിന് 2 ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗം സബ്ജക്റ്റ് ആണ്, ചെയ്ത ആള് കർത്താവാണ്. 2ാമത്തെ ഭാഗം പ്രെഡിക്കറ്റ് ആണ്. ആ കർത്താവ് എന്ത് ചെയ്തു എന്നോ അല്ലെങ്കിൽ കർത്താവിൻ്റെ അവസ്ഥയോ പറയുന്നതാണ് പ്രെഡിക്കറ്റ്. അതറിയാലോ. അപ്പോൾ ഇത് പറയാനാണ് പറഞ്ഞത്. നമ്മൾ ചർച്ച ചെയ്തതാണത്. ഓർമ്മ ഉണ്ടാവും. നല്ല വിശദമായിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ, ഇത് കഴിഞ്ഞ ലാംഗ്വേജ് ആക്ടിവിറ്റി വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. സംശയങ്ങളൊന്നുകൂടി അതൊന്നുകൂടി നോക്കണം. റെഡി അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ചെയ്ത ആള് ആണ് ദ ചൈൽഡ്, സോ ഇറ്റ് ഈസ് സബ്ജക്റ്റ്. ദിസ് ഈസ് something about that subject, so it is predicate. Clear? നീ പറയണ്ടല്ലോ. ക്ലിയർ, റൈറ്റ്. നല്ല ശ്രദ്ധ അനാലിസിസ് പോകാൻ അതൊക്കെ തുടങ്ങുന്ന കേട്ടല്ലോ. സച്ചെങ്കിലും മനസ്സിലാവുള്ളേ. ഇന്നല്ലോ നോക്കണേ. നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കുറച്ച് സെൻറ്റൻസുകളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, റീഡ് ദ പാസേജ് ബിലോ, ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കറ്റ്. ഇപ്പോൾ നമ്മൾ പാസേജിലല്ല, സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ടാവുക സെൻറ്റൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സെൻറ്റൻസ് നമ്മൾ എടുക്കണം. ദ ചൈൽഡ് വാസ് ക്രൈങ് ഫോർ മിൽക്ക്. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ആദ്യം എന്തുണ്ടോ, ഏതാ നോക്കാൻ പറഞ്ഞത്? വെർബാണ്. വെർബ് ഏതാ? അതിൽ വാസാണ്. അപ്പോൾ ഏതുവരെ സബ്ജക്റ്റ് ഉണ്ടാവുക? ദറ്റ് ലിറ്റിൽ ചൈൽഡ് വാസ് ക്രൈങ് ഫോർ മിൽക്ക്. അപ്പം എന്തായിരിക്കുക? പ്രെഡിക്കറ്റ് ആയിരിക്കും. ആഖ്യായിക എന്നൊക്കെ മലയാളത്തിൽ പറയാം. ചർച്ച ചെയ്താൽ അതൊക്കെ കേട്ടോ. റെഡി അല്ലേ? അത് വായിച്ചു നോക്കുകയാണെങ്കിൽ, മിഖാലി ഹാഡ് നോ മണി ഇൻ ഹിസ് പോക്കറ്റ് ടു ബൈ മിൽക്ക്. ഇതിലേതാ വെർബ്? ഏതാ? ഹാഡാണ്. അപ്പം ആ വെർബിനോട് നമ്മൾ ചോദിച്ചാൽ കിട്ടും. ആരും ചോദിച്ചാൽ സബ്ജക്റ്റ് കിട്ടും. അല്ലെങ്കിൽ അതുവരെ ഉള്ളതാണ് സാധാരണഗതിയിൽ എന്താവുക? സബ്ജക്റ്റ്. മിക്കാലി സബ്ജക്റ്റ്, ബാക്കി വെർബ്. ഒന്ന് പറഞ്ഞു നോക്കുക. ബാക്കിയുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. റൈറ്റ്. ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതിലേക്ക് വരാം കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം. ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടത്. ഇനി ഇതല്ലേ പറയേണ്ടത്? ദ പുവർ ബോയ് അപ്രോച്ച് ദ വിമൻ അറൗണ്ട്. നോക്ക് മക്കളെ, ഇവിടെ ഏതാ വെർബ്? ഏതാ? അപ്രോച്ച്ഡ്. ഇപ്പം ഏത് വരെ സബ്ജക്റ്റ് വരിക? ദ പുവർ ബോയ്. ഇവിടുന്ന് പ്രെഡിക്കറ്റ്.
All the women in the camp who saw the child gave vent to cries of horror. എന്നോ ശ്രദ്ധിക്കണം കേട്ടോ, ആശയക്കുഴപ്പമുണ്ടാവരുത്. ഇത് യഥാർത്ഥത്തിലുള്ള വേർബ് ഏതാ? ഇവിടെ ഹൂസോള് സ്വതന്ത്രമല്ല, അതുകൊണ്ട് വേറെ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഗേവ് വെന്റ് ദ ക്രൈസ് ഓഫ് ഹോറർ, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ക്യാമ്പ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ക്യാമ്പിലുള്ള എല്ലാ സ്ത്രീകളും ഹൂസോ അവർ ചെയ്തതല്ല ഇവിടെ പറയുന്നത്, അതായത് അവരെന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് പൂർത്തിയാക്കി പറയുന്നില്ല ഇവിടെ. ഇവിടെ എന്തേ പറയുന്നുള്ളൂ? ഹൂസോ ദ ചൈൽഡ്, കുട്ടിയെ കണ്ട എല്ലാ സ്ത്രീകളും എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് വെർബല്ല, അത് ഒരു പഠിക്കറ്റായിട്ടല്ല ഇവിടെ പറഞ്ഞില്ല. അത് ഇവിടെ നോക്കി ഗേവ് ടു ക്രൈസ് ഓഫ് ഹൊറർ, പേടിപ്പെടുത്തുന്ന കരച്ചിലുണ്ടാക്കി പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ അത് ഓക്കെയാണ്, റെഡിയല്ലേ? അപ്പൊ ഗേവ് ടു ക്രൈസ് ഓഫ് ഹൊറർ ആണ് പ്രഡിക്കറ്റ്. ഇതുവരെ ഏതാണ്? സബ്ജക്റ്റ് ആണ്, നോൺ ഫ്രേസ് ആണ്, റെഡിയല്ലേ? എ കൈൻഡ് ചൈനീസ് വുമൺ ഫൈനലി ഗേവ് ഇറ്റ് മിൽക്ക്. ഏതുവരെ നമ്മൾ പറയാ? പിന്നെ ഗേവ് വരെയാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗേവിന്റെ ബാക്കിയാണ് ഫൈനലി. ചിലപ്പോൾ ചില വെർബുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അറിയാം, വെർബിന്റെ മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് അവനെ നമ്മൾ അപ്പുറത്തേക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ വരിക? എ കൈൻഡ് ചൈനീസ് വുമൺ ഫൈനലി ഗേവ് ഇറ്റ് മിൽക്ക്. നമുക്ക് മനസ്സിലായ ഒന്നും കൂടി ശ്രദ്ധിക്കണേ. ഗേവ് ഇറ്റ് മിൽക്ക് ഫൈനലി എന്നാണ് ആ സെൻസ് നേർക്ക്. ചില അഡ്വർബുകൾ വെർബിന്റെ മുമ്പ് നമുക്ക് വെക്കാൻ പറ്റും, അതിൽ പെട്ടതാണ് ഫൈനലി, മാനർ കാണിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നേർക്ക് കൂട്ടേണ്ടത് ഈ ഭാഗത്തേക്കാണ്. ഗേവ് ഫൈനലി, ഗേവ് ഇറ്റ് മിൽക്ക് ഫൈനലി എന്നുള്ള സെൻസാണ് ടൈം കാണിക്കുന്ന തലത്തിൽ കൊണ്ടുവരാനുണ്ട്, അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് അപ്പൊ ഇതിന്റെ ബാക്കിയാണ്. അപ്പൊ നമ്മൾ ഏതുവരെ പിന്നെ നോൺ ഫ്രേസ് പറയാ? എ കൈൻഡ് ചൈനീസ് വുമൺ ഫൈനലി ഗേവ് ഇറ്റ് മിൽക്ക്. ക്ലിയർ ആണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും സബ്ജക്റ്റ് നോൺ ഫ്രേസും പ്രെഡിക്കറ്റ് വേർബ് ഫ്രേസും ആയിരിക്കും. അത് ഞാൻ അനലൈസ് ചെയ്യാനാ പോകണം. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണേ. അവിടെ കൃത്യമായിട്ട് ഓരോ സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നോക്കേണ്ടത്. ക്ലിയർ അല്ലേ? സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ? ക്ലിയർ അല്ലേ? ഒക്കെ ഒറ്റയ്ക്ക് എഴുതിയതിന് ശേഷം നോട്ട് ടെക്സ്റ്റിലുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നോക്കി ഒറ്റയ്ക്ക് എഴുതി അതിന് ശേഷം ഇത് വീഡിയോ പോസ് ചെയ്ത് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം നോക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വിലയിരുത്തണം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻ എ ടിപ്പിക്കൽ സെന്റൻസ് എ നൗൺ ഫ്രേസ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ വേർബ് ഫ്രേസ്. ഒരു മാതൃക സെന്റൻസിൽ നൗൺ ഫ്രേസ് ഉണ്ടാവും, അതിന് തൊട്ടുടനെ തന്നെ വേർബ് ഫ്രേസ്. നമ്മൾ കണ്ടല്ലോ. ഓക്കെ, നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു നൗൺ ആവാം, നമ്മൾ കണ്ടു, പ്രോനൗൺ ആവാം, ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആവാം, നൗണായിട്ട് ജോലി ചെയ്യുന്ന വാക്കുകൾ കൂട്ടാൻ. നൗണിന് ജോലി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആവുക, ഒബ്ജക്റ്റ് ആവുക, ഒരു പിന്നെ കോംപ്ലിമെന്റ് ആവാം, അതുപോലെ തന്നെ ഒരു പ്രോനൗണ്ട് ഒബ്ജക്റ്റ് ആവാം. ഇങ്ങനെ വരിക. നമുക്ക് വിശദമായിട്ട് പിന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ എന്തായാലും ആ ജോലി ചെയ്യുന്ന നൗൺ ആവാം. സംഗതി മനസ്സിലായിട്ടുണ്ടാവല്ലോ. നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അപ്പൊ ഒന്നുകൂടി ക്ലാരിറ്റി വരും. ഇവിടെ നോക്കൂ, മീഖാലി വെറും നൗൺ ആണ്. നേരത്തെ നമ്മൾ കണ്ടതിൽ ഷീ ഉണ്ടതിന് പ്രോനൗൺ ആണ്. ലിറ്റിൽ ചൈൽഡ് എന്ന് പറയുമ്പോൾ അതൊരു എന്തായി, ചെറിയ ഫ്രേസായി. അതേപോലെ തന്നെ ഇത് കുറച്ചും കൂടി ഒരു വലിയൊരു കൂട്ടം വാക്കുകളായി. അതൊക്കെ എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്, കാര്യങ്ങൾ, അതിന്റെ എലിമെന്റ്സ് എന്തൊക്കെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ രണ്ട് പല രീതികൾ എന്ത് വരാം, നോൺ ഫ്രേസ് വരാം. ഞാൻ നോൺ ഫ്രേസ് അനലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കിട്ടും, നമുക്ക് ബേജാറൊന്നും വേണ്ട. ഇനി വെർബ് ഫ്രേസ് എന്താ ഉണ്ടാവുക? അതിലൊരു ഹെൽപ്പിംഗ് വേർബ് ഉണ്ടാവാം, അല്ലെങ്കിൽ മെയിൻ വേർബ് ഉണ്ടാവാം, ചിലപ്പം മറ്റു വാക്കുകൾ കൂടെ ഉണ്ടാവാം. അതൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ഈ ഏരിയയിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ടിപ്പിക്കൽ സെന്റൻസിന് രണ്ട് ഭാഗമുണ്ട്. ഒരു മാതൃക, an ideal sentence has two parts. One is noun phrase, the other is verb phrase. Noun phrase can be a single word or a group of words. Verb phrase അതേപോലെ സിംഗിൾ വേർഡ് ആവാം, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആവാം. സംശയങ്ങളൊന്നും ഇല്ലല്ലോ? പോയിക്കൂടെ അടുത്തേക്ക്? ഓക്കെ, റൈറ്റ്. ഇനി നമ്മളൊന്ന് ചർച്ച ചെയ്യാതെ അനാലിസിസിലേക്ക് പോവുകയാണ്. The little child was crying for milk എന്നാണ് സെന്റൻസ്. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങളോട് പറഞ്ഞ സബ്ജക്റ്റും പ്രെഡിക്കറ്റും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മാറ്റി പറയാനാ പറഞ്ഞുള്ളത്. എനിക്കറിയാം, ഞാൻ നേരത്തെ വന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കളറിൽ കൊടുത്തതുകൊണ്ടാണ്. ഇത് സബ്ജക്റ്റ് ആണ്, ഇത് പ്രെഡിക്കറ്റ് ആണ്, നമുക്കറിയാതെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാം? ഈ നൗൺ ഫ്രേസിനെ അനലൈസ് ചെയ്യുക. നല്ല വർഷം NP എന്ന് പറഞ്ഞ നൗൺ ഫ്രേസ് ആണ്. ദ ലിറ്റിൽ ചൈൽഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമുക്ക് ചൈൽഡ് ആണ് ഇതിൽ പ്രധാന വാക്ക്. അപ്പൊ അതുകൊണ്ട് ആ ചങ്ങായി ആദ്യം എടുത്തു. പിന്നെ ഇവിടെ ഉള്ളത് ദ ലിറ്റിലാണ്. ഇനി ദ ലിറ്റിൽ നിന്ന് രണ്ട് ഭാഗമുണ്ട്, ദായുണ്ട്, ലിറ്റിലുണ്ട്. ദ ലിറ്റിൽ, ഇവിടെ ചൈൽഡ് ഉണ്ട്. ചൈൽഡ് താഴത്തെ കയറി. ഇനി നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഇതിന്റെ ഭാഗത. ദ എന്നുള്ളത് ഡിറ്റർമിനർ ആണ്,
ലിറ്റിൽ ചെറിയ എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവാണ്, ചൈൽഡ് നൗണാണ്. അപ്പോൾ ദ ലിറ്റിൽ ചൈൽഡ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഡിറ്റർമിനർ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ എന്ന് നമുക്ക് കിട്ടും. അത് ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ദ ലിറ്റിൽ ചൈൽഡ് ഇൻ ഇറ്റ്സ് മദേഴ്സ് ലാപ്പ് എന്നൊക്കെ ഉണ്ട് വിചാരിച്ചോ. അപ്പം എന്താ മടിത്തട്ടിലുള്ള അല്ലെങ്കിൽ പിന്നെ ഇൻ ദ റൂം എന്നോ അല്ലെങ്കിൽ ഇൻ എ കാർ എന്നോ കണ്ടെങ്കിൽ എന്താ അവിടെ വരിക? അത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആവും. ഹൂം ഐ സോ യെസ്റ്റർഡേ എന്നൊക്കെ ആണെങ്കിലോ അവിടെ ഏത് വരും? റിലേറ്റീവ് ക്ലോസ് ആയിട്ട് മാറും. അപ്പം അങ്ങനെ പരമാവധി എന്ത് ചെയ്ത് വലുതാ ഓരോന്നും വരും. നിങ്ങൾ ബേജാറാണ്ട് ഓരോന്നും വരും. അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് വെർബ് ഫ്രേസ് അനലൈസ് ചെയ്യുക? വാസ് ക്രൈങ് ഫോർ മിൽക്ക് എന്നാണ്. ശ്രദ്ധിക്കണം കേട്ടോ. വാസ് ക്രൈങ് ആണ് വെർബ്, അതുകൊണ്ടാണ് തലക്കലെടുത്തത്. ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട വാക്ക് അതായത് നൗൺ ഏറ്റവും തലക്കൽ എന്തായാലും വരില്ല. അപ്പോൾ നൗൺ ആദ്യം എടുത്തു. അതേസമയത്ത് വെർബ് ഫ്രേസിൽ ആദ്യം ഉണ്ടാവുക വെർബാണ്. അതുകൊണ്ടാണ് നമ്മൾ വെർബിനെ ആദ്യം മാറ്റി വാസ് ക്രൈങ് ആണ്. ഫോർ മിൽക്ക് ബാക്കിയുള്ള വാക്കുകളാണ്. വാസ് ക്രൈങ്ങിലെ വാസ് നിങ്ങൾക്കറിയാം ഹെൽപ്പിംഗ് വെർബാണ്, ഓക്സിലറി ആണ്. ക്രൈങ് മെയിൻ വെർബാണെന്ന് അറിയാം. ഇനി ശ്രദ്ധിക്കണേ, ഫോർ മിൽക്ക് എന്ന് നിങ്ങൾക്കറിയാം അത് പ്രിപ്പോസിഷൻ ആണ്. ഫോർ പിന്നെ മിൽക്ക് നൗണാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഹെൽപ്പിംഗ് വെർബ് വാസ്, വെർബ് ക്രൈങ്, ഫോർ പ്രിപ്പോസിഷൻ, മിൽക്ക് നൗൺ. ഒരു കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലേ? നമ്മളിനി ഓരോന്നും ഇതിപ്പോൾ എളുപ്പമുള്ള സെൻറ്റൻസ് ആണ്. എത്ര വലിയ സെൻറ്റൻസ് കിട്ടിയാലും നിങ്ങളത് മനസ്സിലാക്കിയ സുഖമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത്. ശ്രദ്ധിക്കണേ. ഇപ്പോൾ കൃത്യമായിട്ട് പറയും നോക്ക്. ദ ഹെഡ് വേർഡ് ഓഫ് എ നൗൺ ഫ്രേസ് ഈസ് എ നൗൺ. നമുക്കറിയാം ഒരു നൗൺ ഫ്രേസിന്റെ പ്രധാന വാക്ക് നൗൺ ആയിരിക്കും. ഹെഡ് വേർഡ് എന്നാണ് നമ്മൾ പറയാം. റെഡി അല്ലേ? അതായത് ഫ്രേസിന് പേര് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടത് ഏത് നോക്കിയിട്ടാണ്. ഒരു ഫ്രേസിലെ പ്രധാന വാക്ക് വെർബ് ആണെങ്കിൽ വെർബ് ഫ്രേസ് ആണ്, നൗൺ ആണെങ്കിൽ നൗൺ ഫ്രേസ് ആണ്, പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. നമ്മളിപ്പോൾ ചിക്കനാണ് കറി, ഇപ്പോൾ ചിക്കൻ കറിയാണ്, മീനാണ് മീൻ കറിയാണ്. അപ്പം അതേപോലെ ഏറ്റവും പ്രധാനം റെഡി അല്ലേ? ദി അതർ വേർഡ്സ് ആർ യൂസ് ടു ഗീവ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹെഡ് വേർഡ്. ആ ഹെഡ് വേർഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ ബാക്കി വാക്കുകൾ ഉപയോഗിക്കണം. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലായിട്ടുണ്ടെന്നാലും ഒന്ന് പറയുന്നത് നിർത്തി നോക്കണേ. ഇപ്പൊ ഇവിടെ എത്ര വാക്കുണ്ട്? ദ ലിറ്റിൽ ചൈൽഡ് 3 വാക്കുണ്ട്. ഒരാളിപ്പോൾ ദാ ഒഴിവാക്കി വെട്ടി വിചാരിച്ചോ. ലിറ്റിൽ ചൈൽഡിന് അർത്ഥമുണ്ട്. ലിറ്റിൽ ഒഴിവാക്കി ദ ചൈൽഡ്, അതിന് അർത്ഥമുണ്ട്, ഒരാശയമുണ്ട്. ദ ലിറ്റിലിന് മാത്രം പറഞ്ഞ് ചൈൽഡ് ഒഴിവാക്കി. ചൈൽഡ് നമ്മൾ ഒഴിവാക്കിയിട്ട് ദ ലിറ്റിൽ എന്ന് പറഞ്ഞ സെൻസ് ഉണ്ടാവില്ല. കാരണം ഇത് ഏറ്റവും പ്രധാനം അതാണ്. ഇവിടെ നോക്ക്, ഫോർ മിൽക്ക് എന്ന് മാറിയിട്ട് വാസ് ക്രൈങ് എന്ന് മാത്രം പറഞ്ഞാൽ കാര്യം അർത്ഥമുണ്ട്. അത് വാസ് ക്രൈങ് ഇല്ലാതെ വെറും ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല, അർത്ഥം ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് പ്രധാന ഭാഗം. ഇതാണ് ഹെഡ് വേർഡ്. ഇത് ഇവിടെ അതേപോലെ ചൈൽഡാണ് ഹെഡ് വേർഡ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ, കൃത്യമായിട്ട് മനസ്സിലാക്കി പോണേ. ഇനി നൗൺ ഫ്രേസിൽ ഏറ്റവും പ്രധാന ഭാഗം നൗണാണ്. ബാക്കിയുള്ളതൊക്കെ ഓപ്ഷണലാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിലാവാം, വേണ്ടെങ്കിൽ വേണ്ട, ചോയ്സ് ആണ്. റെഡി അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട നൗൺ ഫ്രേസിൽ വരുന്ന സാധനങ്ങൾ അതൊക്കെ. ഡിറ്റർമിനർ. ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ആർട്ടിക്കിൾ ആവാം. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ ആണ്. പൊസസീവ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത കാണിക്കുന്നത് മൈ, യുവർ, ഹിസ്, രാജൂസ്, റാണീസ് എന്നൊക്കെ പറയുന്നതാണ്. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ആ എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമുക്കാണ് ഈ 3 വിഭാഗത്തിനും കൂടി പറയുന്ന പേരാണ് ഡിറ്റർമിനർ. അപ്പൊ ഡിറ്റർമിനർ എന്താണെന്ന് വെച്ചാൽ നമ്മളത് പറയാം ആർട്ടിക്കിൾസ്, പൊസസീവ്സ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ്സ് ടുഗദർ കോൾഡ് ഡിറ്റർമിനർ. ഇത് സാധാരണ നൗണിന്റെ മുമ്പാ വരുന്നത്, നമുക്കറിയാം. ആർട്ടിക്കിൾ ആൻ ആപ്പിൾ, പൊസസീവ് മൈ പെൻ, ഡെമോൺസ്ട്രേറ്റീവ് ദിസ് ബുക്ക് എന്നാണ് നമ്മൾ പറയുക. റെഡി അല്ലേ? ദ ആർട്ടിക്കിൾ എ ആൻഡ് ദ ആണ്. പൊസസീവ് മൈ, അവർ, ഇവർ, എൻ്റെ, നിന്റെ, ഗാന്ധിയുടെ എന്നൊക്കെ ഉടമസ്ഥ കാണിക്കുന്നതാണ്. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണമാണ്. ദിസ്, ദാറ്റ്, ദീസ്. ദോസ് മനസ്സിലായ ശ്രദ്ധിക്കണേ. ദിസ് പെൻ, ഈ പെന്ന്, ദാറ്റ് ബുക്ക്, ആ ബുക്ക്, ദീസ് ബോയ്സ്, ഈ ആൺകുട്ടികൾ, ദോസ് ഗേൾസ്, ആ പെൺകുട്ടി. ആ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ നമ്മളെന്ന് പറയാൻ ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയാം. ഇതൊക്കെ നൗണിന്റെ മുമ്പിൽ വരാം. റെഡി അല്ലേ? ഇനി ശ്രദ്ധിക്കണേ. all the women in the camp who saw the child went to cries of horror. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ഏതാ നൗൺ ഫ്രേസ് ഏതാ? ശ്രദ്ധിച്ചു നോക്കും. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും പറഞ്ഞാൽ നിങ്ങൾ all the women in the camp who saw the child went to cries of horror. ഇതിനെ നൗൺ ഫ്രേസ് എങ്ങനെ നിങ്ങൾ കാണാൻ പറഞ്ഞുള്ളത്? പ്രധാന വെർബ് കണ്ടെത്താനാ പറഞ്ഞുള്ളത്. ഇതാ ഗേവാണ്. അപ്പൊ ഇതുവരെ ആയിരിക്കും നൗൺ ഫ്രേസ്, ഇതുവരെ ആയിരിക്കും വെർബ് ഫ്രേസ്. റെഡി അല്ലേ? അപ്പൊ നമ്മൾ നോക്കിയാലോ, കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടാവും.
ഇനി നമ്മൾ ചെയ്യുന്നത് നോൺ ഫ്രേസിന്റെ ഭാഗങ്ങൾ നമ്മൾ കാണാം. ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണേ. നിങ്ങൾക്കറിയാതെ ആദ്യം നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറയാം. ദ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിന നമുക്കറിയാലോ. വിമിനാണ് ഇതിൽ ഹെഡ് വേർഡ് നമുക്കറിയാലോ. വിമിൻ ഇല്ലെങ്കിൽ ഇതിന് സെൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് വിമിനാണ് ഹെഡ് വേർഡ്. നൗൺ നമുക്കറിയാം. ഇൻ ദ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇൻ പ്രിപ്പോസിഷൻ ആയതുകൊണ്ട് അത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഹൂ സോ ദ ചൈൽഡ് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കണ്ട. ഹൂ കൊണ്ട്, വിച്ച് കൊണ്ട്, ദാറ്റ് കൊണ്ടൊക്കെ തുടങ്ങുന്ന അങ്ങനെയുള്ള കണ്ട, കേട്ട, വാങ്ങി അങ്ങനെയൊക്കെ അർത്ഥം വരുമ്പോൾ റിലേറ്റീവ് ക്ലോസ് ആണ്. ഇനി ഒരു സാധനം ഇവിടെ ഓൾ ഡിറ്റർമിനറിന് മുമ്പ് വരുന്നതായതുകൊണ്ട് നമ്മൾ പ്രീ ഡിറ്റർമിനർ എന്നാ പറയാം. അപ്പൊ അതിന്റെ മൊത്തത്തിൽ നമ്മൾ എങ്ങനെ പറയാം? പ്രീ ഡിറ്റർമിനർ പ്ലസ് നൗൺ പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ് പ്ലസ് റിലേറ്റീവ് ക്ലോസ്. ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാം മനസ്സിലാക്കിയിട്ട് പോയാൽ മതി, ക്ലിയർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, എന്നാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീ ഡിറ്റർമിനർ അല്ലെങ്കിൽ പ്രീ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനറിന് മുമ്പ് വരുന്നതിനെയാണ് എന്തെന്ന് പറയാ നോൺ ഫ്രേസിൽ. അതായത് അത് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ എണ്ണൊക്കെ കാണിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് വർക്കായിട്ട് വരുന്ന സാധനമാണ് സാധാരണ രീതിയിൽ പ്രീ ഡിറ്റർമിനർ. ഹാഫ് ഓഫ് ഓൾ ഓഫ് ഓളുടെ വാക്കുകളാണ് പ്രീ ഡിറ്റർമിനർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഏത് എങ്ങനെ ആവാം? ഒരു നോൺ ഫ്രേസ് ഏറ്റവും വലുതായ അപ്പൊ ഏത് വരെ പോവാം? പ്രീ ഡിറ്റർമിനർ ഉണ്ടാവും തലക്കൽ, പിന്നെ ഡിറ്റർമിനർ വരും, പിന്നെ അഡ്ജക്റ്റീവ് വരും, പിന്നെ നൗൺ വരും, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ടാവും, റിലേറ്റീവ് ക്ലോസ് വരും. ഇതിന്റെ അടുത്ത് പിന്നെ വേണം അഡ്ജക്റ്റീവ് വരാം, അഡ്ജക്റ്റീവ് വരാം. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കണം, ഇതാണ് അതിന്റെ ഏറ്റവും വലുതാകാവുന്ന നോൺ ഫ്രേസിന്റെ രൂപം. ഒരു ടിപ്പിക്കൽ നോൺ ഫ്രേസ് അത് മാക്സിമം വലുതായ അത് വരെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ് വിമിൻ. എത്രതാണത്? നോൺ ഫ്രേസ് ആണെന്ന് അറിയാലോ. ദ വിമിൻ കുറച്ചുകൂടി വലുതായി. ദ എന്താ സാധനം പറയും? ഡിറ്റർമിനന്റ് ആണ്, ആർട്ടിക്കിൾ ആണ്, ഡിറ്റർമിനന്റ് ആണ്. ഓൾ ദ വിമിൻ എന്താ സാധനം? നമുക്കറിയാം. ദ വന്നു, വിമിൻ വന്നു, ഡിറ്റർമിനർ വന്നു, നൗൺ വന്നു. ഡിറ്റർമിനർ മുമ്പാകുമ്പോൾ പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നർത്ഥം. പ്രീ ഡിഗ്രിക്ക് മുമ്പ് പണ്ടുണ്ടായിരുന്നപ്പോൾ പ്രീ ഓപ്പറേഷണൽ വാർഡ് മുമ്പ് എന്നർത്ഥം. റെഡിയല്ലേ? പ്രീ. അപ്പൊ പ്രീ ഡിറ്റർമിനർ ആണ്. ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ് പറഞ്ഞോളൂ നിങ്ങൾ. പ്രീ ഡിറ്റർമിനർ, നൗണ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇൻ കൊണ്ട് തുടങ്ങിയ പ്രിപ്പോസിഷൻ. ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ്. ഓൾ പ്രീ ഡിറ്റർമിനർ, ദ ഡിറ്റർമിനർ, വിമിൻ എന്നുള്ളത് നൗണ്, ഇൻ ദ ക്യാമ്പ് എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസ് ആണ്, ഹൂ സോ ദ. ക്ലിയർ അല്ലാതെ അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞ കൂടുതൽ ഒറ്റക്കൊന്ന് എഴുതി വെക്കുക. ഇതിന് ശേഷം എന്ത് ചെയ്യുക നോക്കുക. ഫസ്റ്റ് നൗൺ ആണ്, രണ്ടാമത്തെ ഡിറ്റർമിനർ നൗണ്, പ്രീ ഡിറ്റർമിനർ പ്ലസ് നൗണ്, പ്രീ ഡിറ്റർമിനർ നൗണ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, അവസാനം ഏറ്റവും വലിയ രൂപം. റെഡിയല്ലേ? ക്ലിയർ അല്ലേ? നല്ല മനസ്സിലാക്കാൻ കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ബാക്കിയുള്ള സെന്റൻസുകളുടെ ഒക്കെ സബ്ജക്റ്റ് പാർട്ടിന് ഇതുപോലെ അനലൈസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളും സുഹൃത്തുക്കളും കൂടി ഇന്ന് ചർച്ച ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലേ നടക്കുള്ളൂ. പക്ഷെ നിങ്ങൾ സ്വന്തം ഒന്ന് എന്ത് ചെയ്യുക, വിലയിരുത്തിയാൽ എന്തൊക്കെ ആശയങ്ങൾ അങ്ങ് കിട്ടുക. അപ്പം ഇതൊക്കെ ആയിരിക്കും കിട്ടുക. നോക്കണേ, ഒന്നാമത്തെ സെന്റൻസിന് 2 ഭാഗം. തർക്കമില്ലല്ലോ, നമ്മൾ ചർച്ച ചെയ്തല്ലേ. സബ്ജക്റ്റ് പാർട്ട് എപ്പോഴും നോൺ ഫ്രേസ് ആയിരിക്കും. തർക്കമില്ലല്ലോ. നോൺ ഫ്രേസിൽ ഈ രീതിയിലൊക്കെ വരാം. ചർച്ച ചെയ്തതല്ലേ, വളരെ ക്ലിയർ ആണ് മക്കളൊക്കെ, ക്ലിയർ ആണ്. പിന്നെ പ്രെഡിക്കറ്റ് സാധാരണ വെർ ഫ്രേസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ചയിൽ വരിക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത് ഒരു അനുമാനമായിട്ട് കിട്ടുക. അപ്പോൾ ക്ലിയർ ആവുമല്ലോ. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ഇതിനെ കുറിച്ചാണ്, നോൺ ഫ്രേസിനെ കുറിച്ചാണ്. ഇനിയുള്ള ബാക്കിയുള്ളത് വെർ ഫ്രേസിനെ കുറിച്ചാണ്. നല്ലോണം ശ്രദ്ധിക്കണേ. വെർ ഫ്രേസ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അത് ചിത്രം നല്ലോ നോക്കൂ, കണ്ടോ? റൈറ്റ്, ഡക്ലിങ്, ഫോക്സ്. നോക്കണേ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകളാണ്. ദ ഡക്ലിങ് ലെഫ്റ്റ് ദ പൂൾ. ആദ്യം നമ്മൾ വെർ ഫ്രേസുകളൊക്കെ തിരിച്ചു വെച്ച് നോക്കണം കേട്ടോ. വെർബോണ്ട് തുടങ്ങുന്നതൊക്കെ വേറെ കളർ ഇട്ടതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? അനലൈസ് ചെയ്യാൻ പോകണം. ഒപ്പം ഉണ്ടല്ലോ, നോക്കണേ. റെഡി അല്ലേ? ആദ്യത്തെ സെന്റൻസ് ഇതിൽ ചർച്ച ചെയ്യുന്ന ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ് ആണ് ആദ്യം അനലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം ലെഫ്റ്റ് ദ പൂൾ ആദ്യം നമ്മൾ എടുത്തു, പിന്നെ ഇൻ ദ മോർണിംഗ് എടുത്തു. ഇനി നോക്ക്, ലെഫ്റ്റ് നമുക്കറിയാം വെർബാന്ന് അറിയാലോ, വെർ ഫ്രേസ് ആണ്. ദ പൂൾ നോൺ ഫ്രേസ് ആണെന്ന് അറിയാലോ. ഇൻ ദ മോർണിംഗ് പ്രിപ്പറേഷൻ ഫ്രേസ് ആണെന്ന് അറിയാലോ. റെഡി അല്ലേ? അപ്പൊ ആദ്യം വെർബ് വന്നു, പിന്നെ നൗൺ വന്നു, പിന്നെ എന്ത് വന്നു? പ്രിപ്പറേഷൻ ഫ്രേസ് വന്നു. ഇങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്ന വെർ ഫ്രേസിനെ അനലൈസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതൊന്ന് കേട്ടാൽ കിട്ടും, അതൊന്ന് മനസ്സിലാക്കി നമുക്കേക്ക് പോവാം. എ വെർ ഫ്രേസ് കൺസിസ്റ്റ്സ് ഓഫ് എ ഫൈനൈറ്റ് വെർബ് അലോൺ. ഒന്നുകിൽ
വേർഡ് ഫ്രേസ് ഉണ്ടാവുക. ഒരു ഫൈനിറ്റ് വേർബ് മാത്രം. ഫൈനിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെല്ലാം ശ്രദ്ധിച്ചാൽ കേട്ടോ, ഒരു കൃത്യമായിട്ട് നമ്പറായിട്ടോ അതല്ലെങ്കിൽ ടെൻസൊക്കെ ആയിട്ട് ബന്ധമുള്ളതിനെയാണ് നമ്മൾ ഫൈനിറ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, അതായത് ജെറണ്ട് ഉണ്ട് ING, അതുപോലെ തന്നെ പിന്നെ പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമുക്കറിയാലോ V3 അത്, അതുപോലെ തന്നെ 2+ ഇൻഫിനിറ്റീവ് ഉണ്ട്, ഇൻഫിനിറ്റി. ഈ മൂന്നും അല്ലാത്തതിനെയാണ് നമ്മൾ സാധാരണഗതി അതിന് നമ്മൾ നോൺ ഫിനിറ്റ് എന്നാ പറയാം. ഇതിന് പിന്നെ അതല്ലാത്തതിനെ നമ്മൾ ഫൈനിറ്റ് വെർബ് എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഒറ്റക്ക് നിൽക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചേർക്കാൻ പറ്റിയ വേർബുകളാണ് ഇത്. അപ്പം ഗീവ്സ് ഫൈനിറ്റ് വെർബാണ്. കാരണം അതെന്താ, അത് സിംഗുലർ ആണ്, നമുക്കറിയാം, പ്രസന്റ് ആണെന്നറിയാം. അങ്ങനെ ലിമിറ്റ് ചെയ്തതിനെ നമ്മൾ ഫൈനിറ്റ് വെർബ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അല്ലെങ്കിൽ ഫൈനിറ്റ് വെർബിന്റെ കൂടെ എന്താണ് ബാക്കി വാക്കുകൾ ഉണ്ടാവും, വിച്ച് ഗീവ്സ് അഡീഷണൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ വെർബ്. എത്ര ക്ലിയർ ആണ്, നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഓരോന്നും പ്രസന്റ് ചെയ്ത് കൊണ്ടുവന്നത്. നൗൺ ഫ്രേസ് നമ്മൾ എന്താണെന്ന് വളരെ കറക്റ്റായിട്ട് കണ്ടു, അതിൻ്റെ ഘടകങ്ങൾ കണ്ടു. വെർബ് ഫ്രേസ് എന്താണെന്ന് കണ്ടു, അതെന്താണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഫൈനിറ്റ് വെർബിന് സംശയമില്ല, ക്ലിയർ അല്ലേ? അതായത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ജെറണ്ട് ING V3 അതുപോലെ തന്നെ V1ന്റെ, അതായത് പ്രസന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, 2+ V1 ഇൻഫിനിറ്റീവ് അല്ലാത്ത സംഗതികളൊക്കെയാണ് എന്തെന്ന് പറയാം, നമ്മൾ ഫൈനിറ്റ് വെർബ് എന്ന് പറയാം. അത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ഈ V1 V3 ഒറ്റയ്ക്ക് നമുക്ക് നിൽക്കാൻ പറ്റുള്ള സാധാഗതിയിൽ. റെഡിയല്ല. ING വെക്കണതിന് മുമ്പ് എന്തുവാണ് നിർബന്ധമായിട്ട് ഈസാമാർ ബീൻ്റെ രൂപമാണ്, നമുക്ക് പിന്നെ നമ്മൾ പഠിക്കാം. അപ്പം എന്തായാലും ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് സെന്റൻസ് വീണ്ടും വായിച്ച വെർബ് ഫ്രേസ് ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യാണ്. നോക്കണേ. ഡൈഡ് നേർക്ക് നോക്കണം കേട്ടോ. മുമ്പത്തെ സെന്റൻസ് ആണ്. അതായത് ഈ സെന്റൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന അറിയാലോ. അതായത് ഈ സെന്റൻസുകളെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. റെഡിയല്ലേ? ഡൈഡിൽ വെർബ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ട് പോയാലോ. ലെഫ്റ്റ് ദ പൂൾ എന്താ ഉള്ളത്? ലെഫ്റ്റ് വെർബാണ്. ദ പൂൾ എന്നുള്ളത് എന്താണ്? നൗണാണ്, നമുക്കറിയാം. ഇവിടെ നോക്കിനി, ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ്. നിങ്ങൾ പറയും ലെഫ്റ്റ് വെർബ്, ദ പൂൾ നോൺ ഫ്രേസ്, ഇൻ ദ മോർണിംഗ് പ്രിപ്പോഷണൽ ഫ്രേസ്. വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് പ്രേ എന്താണ്? വാസ് വെയിറ്റിംഗ് നമുക്കറിയാം വെർബാണ്. ഫോർ ഹിസ് പ്രേ, ഫോറിന് പ്രിപ്പോഷൻ ആണ്. അപ്പോൾ എന്താ വരിക? പ്രിപ്പോഷണൽ ഫ്രേസ് ആയി. കിൽഡ് ദ ഡക്ലിംഗ്, കിൽഡ് വെർബാണ്. ദ ഡക്ലിംഗ് എന്നുള്ള എന്താ സാധനമാണ്? അതിൻ്റെ നോൺ ഫ്രേസ് ആണ്. ടുക്ക് റെസ്റ്റ് അറ്റ് ദ പോണ്ട്, ടുക്ക് നമുക്കറിയാം വെർബാണ്. റെസ്റ്റ് വിശ്രമം എന്ന അവിടെ സെൻസ്, അപ്പോൾ അത് നൗണാണ്, നോൺ ഫ്രേസ് ആണ്. അറ്റ് ദ പോണ്ട് ഏതാണ്? പ്രിപ്പോഷൻ ഫ്രേസ് ആണ്. അറ്റ് പ്രിപ്പോഷൻ ആയതുകൊണ്ട് ഡൈഡ് വെർബാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ മാറ്റി ചെയ്താൽ വേണ്ടി. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കണം. അപ്പോൾ വെർബ് ഫ്രേസും നോൺ ഫ്രേസും വരുന്ന അതിൽ ഉദാഹരണം എന്ത് ചെയ്യണം? ഇവിടെ എഴുതേണ്ടി വരും. ലെഫ്റ്റ് ദ പോണ്ട് പറ്റും. അതേപോലെ നിങ്ങൾ നോക്കിയിട്ട് എഴുതണം. വെർബ് ഫ്രേസും പ്രിപ്പോഷണൽ ഫ്രേസും വരുന്നത് അതിലുണ്ട്, അത് എഴുതണം. അതേപോലെ തന്നെ വെർബ് ഫ്രേസും നോൺ ഫ്രേസും പ്രിപ്പോഷണൽ ഫ്രേസും വരുന്നതുണ്ട്. ഇവിടെയല്ലേ? ടുക്ക് റെസ്റ്റ്, ടുക്ക് റെസ്റ്റ് ആ സെന്റൻസ് ഇല്ലേ, അത് ഓർമ്മ ഉണ്ടാവും. അതായത് ഈ സെന്റൻസ് ടുക്ക് റെസ്റ്റ് അറ്റ് ദ പോണ്ട്. റെഡിയല്ലേ? ഓക്കെ അല്ലേ? ഇനി പിന്നുള്ളത് വെർബ് ഫ്രേസും നോൺ ഫ്രേസും. അത് രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടെണ്ണം ഈച്ചുണ്ട്. അതുകൊണ്ട് രണ്ട് സെന്റൻസുകൾ, ഒരു 6 സെന്റൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. രണ്ടെണ്ണം ഒരേ പാറ്റേണിൽ വരുന്നത്, അതുകൊണ്ടാണ് 2 വട്ടം വന്നത്. ഇതുപോലെ 2 വട്ടം വരുന്നുണ്ട്. അപ്പോൾ നോക്കി നന്നാക്കി എഴുതിയതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം, നമ്മൾ നോട്ട് ടെക്സ്റ്റ് മുമ്പിൽ തുറന്നു വെച്ച് ആ ഭാഗം കണ്ട്, അല്ലെങ്കിൽ നമ്മളത് എഴുതിയിരിക്കുമല്ലോ, വെർബ് ഫ്രേസും നോൺ ഫ്രേസും അനലൈസ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ടാവും. അത് തുറന്നു വെച്ചതിന് ശേഷം ഈ ഇത് നോക്കിയിട്ട് എഴുതാൻ വേണ്ടത് കേട്ടോ. റെഡി കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായിട്ട് അനലൈസ് ചെയ്യണം. നേരത്തെ പറയുന്നത് തന്നെയാണ്. വെർബ് ഫ്രേസ് ആണ് ഡൈഡ്, വെർബ് ഫ്രേസ് പ്ലസ് നോൺ ഫ്രേസ് ആണ് കിൽഡ് ദ ഡക്ലിംഗ്, വെർബ് ഫ്രേസ് പ്ലസ് പ്രിപ്പോഷണൽ ഫ്രേസ് ആണ് വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ് പ്രേ. ഓരോന്ന് വേറെ കളറിൽ കൊടുക്കുന്നതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും. കുഴപ്പമില്ല, വളരെ സിമ്പിളാണ് മക്കളെ. ഇനി നിങ്ങൾ ചെയ്യേണ്ട അതേ പാറ്റേണിൽ കുറച്ചെണ്ണം നിങ്ങളെ വക ഉണ്ടാക്കാനാണ്. ഒരു 6 വെർബ് ഫ്രേസ് ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണം കേട്ടോ. മൈ ഫാദർ കെയിം, അതിൽ വെർബ് ഫ്രേസ് മാത്രമേ ഉള്ളൂ. നോക്കി അടുത്തത് വെർബ് ഫ്രേസും നോൺ ഫ്രേസും. ഹി ബോട്ട് എ പെൻ, സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ സെന്റൻസ് സബ്ജക്റ്റ് കൂടി ഉണ്ടാണ്. ബോട്ട് നമുക്കറിയാം വെർബാണ്. എ പെൻ നോൺ ഫ്രേസ് ആണ്. നോൺ ഫ്രേസ് വെർബ് ഫ്രേസ് പ്രിപ്പോഷണൽ ഫ്രേസ്. ഹി പുട്ട് ഹിസ് ബാഗ് ഓൺ ദ ടേബിൾ, പുട്ട് വെർബാണ്. ഹിസ് ബാഗ് നോൺ ഫ്രേസ്, അത് വെർബ് ഫ്രേസ് ആണ്. അത് നോൺ ഫ്രേസ് ആണ്. പ്രിപ്പോഷണൽ ഫ്രേസ്, ഓൺ പ്രിപ്പോഷൻ ആണല്ലോ. അടുത്തത് വെർബ് ഫ്രേസ് പ്രിപ്പോഷൻ മാത്രം. ഹി സാറ്റ് ഓൺ എ ബെഞ്ച്, സാറ്റ് വെർബ് ഫ്രേസ്, ഓൺ എ ബെഞ്ച് എന്നുള്ളത് പ്രിപ്പോഷണൽ ഫ്രേസ്. നോൺ ഫ്രേസ് വെർബ് ഫ്രേസ് നോൺ ഫ്രേസ്. ഹി ലവ്സ് ഹിസ് മദർ, സിമ്പിൾ അല്ലേ, കുഴപ്പമില്ല.
ലവ്സ് വെർബ് ഫ്രേസ് ആണ്, ഹിസ് മദർ നൗൺ ഫ്രേസ് ആണ്. ഒന്നും കൂടി വെർബ് ഫ്രേസ്, നൗൺ ഫ്രേസ്, പ്രിപ്പോസിഷൻ ഫ്രേസ് ആ 6 അതേമാതിരി നമ്മൾ ചെയ്യാന്നുള്ളൂ കേട്ടോ. ഹി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. ഹി റോട്ട് വെർബ് ഫ്രേസ് ആണ്, എ ലെറ്റർ നൗൺ ഫ്രേസ് ആണ്, ടു ഹിസ് ഫ്രണ്ട് പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. ക്ലിയർ അല്ല മക്കളെ? ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നന്നായി പഠിക്കുക, അടിസ്ഥാനമാണ്. നമുക്ക് അടുത്ത കൊല്ലമൊക്കെ ഏറ്റവും സിമ്പിളായിട്ടൊക്കെ മാത്രമല്ല ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനമാണ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ. വെർബ് ഫ്രേസ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ തെറ്റൂല. ഇപ്പോൾ തന്നെ നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. താങ്ക് യു ഫോർ, എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. നന്നായിട്ട് ഇതുപോലെ ഇനി ക്ലാസ്സുകൾ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാഠമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സും നമുക്ക് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മീറ്റ് അഗെയിൻ. ടിൽ ദെൻ ഗുഡ് ബൈ.